Hey, hello, assalamu alaikum, and welcome back to yet another brand new episode of Being Blue. സോ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഈസ് ബേസിക്കലി ഓൾ അബൌട്ട് തായ്ലൻഡ് ഡേ 1 ആണ്. അതായത് നമ്മൾ നാട്ടിൽ നിന്ന് തായ്ലൻഡ് എത്തുന്നതും പിന്നെ അവിടെ ഒരു ഫസ്റ്റ് ഡേ സ്പെൻഡ് ചെയ്യുന്നതും ആയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ വീഡിയോയിൽ പറയുന്നത്. പിന്നെ ബാക്കി എപ്പിസോഡ്സ് ഒക്കെ ഇങ്ങനെ വഴിയേ വരുന്നതായിരിക്കും കേട്ടോ. Okay guys, bye bye. Okay, bye. ബൈ ബൈ. കാലിക്കറ്റ് ടു തായ്ലൻഡ് നമുക്ക് കണക്റ്റിംഗ് ഫ്ലൈറ്റ് ആണ്. അതായത് നമുക്ക് ചെന്നൈയിൽ ഒരു 4 hours ഇരിക്കേണ്ടി വരും. അതുകൊണ്ട് ആ 4 hours നമ്മൾ കൊച്ചിയിലേക്ക് ഡ്രൈവ് ചെയ്തിട്ട് കൊച്ചി എയർപോർട്ടിൽ നിന്നാണ് നമ്മൾ തായ്ലൻഡിലേക്ക് ഡയറക്റ്റ് ഫ്ലൈറ്റ് ബുക്ക് ചെയ്തത് കേട്ടോ. പിന്നെ ലഗേജ് ചെക്കിനും ഇമിഗ്രേഷനും എല്ലാം കഴിഞ്ഞു. പിന്നെ നമുക്ക് വിശന്നു. പിന്നെ രാത്രി 12:30-ക്കാണല്ലോ നമ്മുടെ ഫ്ലൈറ്റ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഡിന്നറൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ ചിക്കിങ്ങിൽ കയറിയിട്ട് ചെറുതായിട്ടൊന്ന് കഴിച്ചു. അപ്പോഴത്തേക്കും പിന്നെ ബോർഡിംഗ് ടൈം ആയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ബോർഡ് ചെയ്യാൻ വേണ്ടി പോവാണ്. ആൻഡ് ഈ ഒരു ഫ്ലൈറ്റ് എനിക്കും ശ്രമിക്കും ഭയങ്കര സ്പെഷ്യലാണ്. കാരണം നമ്മുടെ ഹണിമൂൺ ട്രിപ്പ് മാത്രമല്ല, നമ്മുടെ ഫസ്റ്റ് ഫ്ലൈറ്റ് ആണ്. പിന്നെ അത് മാത്രമല്ല, എന്താ പറയുക, എൻ്റെ ബർത്ത്ഡേയും കൂടി ഇടയിൽ നമ്മുടെ ഈ ട്രിപ്പിൻ്റെ ഇടയിൽ വരുന്നതുകൊണ്ട് തന്നെ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ് കേട്ടോ ഈ ട്രിപ്പിന് വേണ്ടി. ขอมาดื่มเองในระหว่างเที่ยวบินค่ะเราหวังเป็นอย่างยิ่งว่าท่านจะได้รับความสะดวกสบายตลอดเที่ยวบินนี้ 3 hours and 30 minutes. Please be informed that Thai Airways is a non-smoking airline. We will not serve alcohol to passengers under the age of. പിന്നെ നമുക്ക് ഫ്ലൈറ്റിലും ഫുഡ് ഉണ്ടായിരുന്നു. അപ്പം ഡിന്നറിൻ്റെ സമയമായപ്പോൾ അവർ കറക്റ്റ് നമുക്ക് ഫുഡൊക്കെ കൊണ്ടു തന്നു. 2 ഓപ്ഷൻസ് ഉണ്ടായിരുന്നു. നമുക്ക് ഒന്നെങ്കിൽ തായ് റൈസ് പ്രോൺസ് സെലക്ട് ചെയ്യാം, അല്ലെങ്കിൽ പിന്നെ ഒരു ഇന്ത്യൻ കൈൻഡ് ഓഫ് മീൽ സെലക്ട് ചെയ്യാം. അതിൽ ഞാൻ തായ് സെലക്ട് ചെയ്തു, സെമി പോയിട്ട് ഇന്ത്യൻ സെലക്ട് ചെയ്തു. അപ്പോൾ എനിക്ക് തായ് ഓപ്പൺ ചെയ്തപ്പോൾ തന്നെ അതിൻ്റെ സ്മെല്ല് പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പം ഞാൻ വേഗം എക്സ്ചേഞ്ച് ചെയ്തു. സെമീൻ്റെത് എടുത്തിട്ട് ഞാനെടുത്തു, എൻ്റെ തായ് ഫുഡ് അവനും എടുത്തു. അപ്പം സെമിക്ക് ഇങ്ങനെയുള്ള ഈ തായ് ഐറ്റംസ് ഒക്കെ ട്രൈ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ആളതിരുന്ന് കഴിച്ചിട്ടാണ്. പക്ഷെ എനിക്ക് ആ ഇന്ത്യനെ പറ്റുന്നുണ്ടായിരുന്നുള്ളൂ. കാരണം അതിനകത്ത് വെജിറ്റബിൾസ് കറി അങ്ങനെയൊക്കെയാണ് ഉണ്ടായത്. അങ്ങനെ കറക്റ്റ് ഒരു 3 hours and 30 minutes കഴിഞ്ഞപ്പോൾ നമ്മൾ ബാങ്കോക്ക് എയർപോർട്ടിലെത്തി. അതായത് സുവർണഭൂമി ഇന്റർനാഷണൽ എയർപോർട്ട്, ബാങ്കോക്ക്. പേര് നല്ല രസമല്ലേ, സുവർണഭൂമി, സംതിങ് റിലേറ്റഡ് ടു ഇന്ത്യ ആയിട്ടൊക്കെ എനിക്ക് തോന്നി. അപ്പം അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മളിതാ ഇങ്ങനെ എസ്കലേറ്ററിൽ പോവാണ്. നമുക്ക് ഇനി കുറേ പോവാനുണ്ട്, കാരണം വലിയ എയർപോർട്ടാണ് കേട്ടോ. അവിടുത്തെ ടൈം നമ്മളൊരു 6:30 ആയപ്പോഴാണ് എത്തിയത് കേട്ടോ. ഫ്ലൈറ്റിൽ നിന്ന് കുറച്ച് ഉറങ്ങിയോണ്ട് തന്നെ ക്ഷീണവും കാര്യങ്ങളും ഒന്നും ഉണ്ടായിരുന്നില്ല. നമ്മൾ നേരെ സ്റ്റാർബക്സിലോട്ട് പോയിട്ട് ഒരു കോഫി കുടിക്കാമെന്ന് ഓർത്തു. അങ്ങനെ ഇതാ സെമി ലൈനൊക്കെ നിന്നിട്ട് കോഫി ഓർഡർ ചെയ്യാണ്. അങ്ങനെ നമ്മൾ കോൾഡ് കോഫി പോലത്തെ എന്തൊരു സാധനമാണ് കുടിച്ചത് കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമുക്കിനി ബാങ്കോക്ക് എയർപോർട്ടിൽ നിന്ന് പട്ടായയിലേക്ക് 2 hours ബസ് നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ട്. കാരണം പട്ടായയിലാണ് നമ്മൾ ഹോട്ടൽ ബുക്ക് ചെയ്തിട്ടുള്ളത് കേട്ടോ, ഫസ്റ്റത്തെ 2 ദിവസം സ്റ്റേക്ക് വേണ്ടിയിട്ട്. അതായത് മൊത്തത്തിൽ നമ്മുടെ ഒരു ട്രിപ്പ് ഷെഡ്യൂൾ ചെയ്തേക്കുന്നത് ഇസ് ഫോർ 5 days and 4 nights ആണ്. അതിൽ ആദ്യത്തെ 2 ദിവസം നമ്മൾ പട്ടായയിൽ സ്പെൻഡ് ചെയ്യും. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ബാങ്കോക്ക് എക്സ്പ്ലോർ ചെയ്യാമെന്ന് ഓർത്തു. നമ്മൾ നേരെ പട്ടായയിൽ ബുക്ക് ചെയ്തിട്ടുള്ള മാൻഡറിൻ ഈസ്റ്റ് വാലി ഹോട്ടലിലേക്ക് പോവാണ്. ബസ് നമ്മളെ നേരെ അവിടെ ഡ്രോപ്പ് ചെയ്യില്ല, അവർ നമ്മളെ നിയർ ബൈ ഒരു ഏരിയയിൽ ഡ്രോപ്പ് ചെയ്യുള്ളൂ. എന്നിട്ട് നമ്മൾ ഊബർ എടുത്തിട്ട് വേണം നമ്മുടെ ഹോട്ടലിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. നമ്മൾ അവിടെ ഒരു 12 മണി ആയപ്പോൾ തന്നെ എത്തിയിട്ടുണ്ട്. പക്ഷെ നമ്മുടെ ചെക്ക് ഇൻ ടൈം ഈസ് ആക്ച്വലി 2 മണിയാണ് ഉച്ചയ്ക്ക്. അപ്പം അതുവരെ നമ്മൾ കുറച്ച് നേരം അവിടെ ഇരുന്ന് പോസ്റ്റായി. പിന്നെ എനിക്ക് ആകെ കൂടെ ഉള്ള പണി അവിടെ പോകുന്നവരും വരുന്നവരും ആയി നോക്കി നിൽക്കുക എന്നുള്ളതാണ്. അങ്ങനെ അതൊക്കെ നന്നായിട്ട് ചെയ്തിട്ട് നമുക്ക് റൂം ചെക്ക് ഇൻ ചെയ്യാൻ വേണ്ടി കിട്ടിയിട്ടുണ്ട്. അപ്പം നമുക്ക് എന്തായാലും നമ്മുടെ റൂം ടൂർ കണ്ടാലോ. Okay. Okay, so yeah, we have this. This is a cupboard where we can keep things for the next 5 days. And so we have the TV area here. We got bathroom here. Okay. So yeah, and we got Lulu, show them this portion of the bed.
നമുക്ക് ലൈറ്റ് ഇട്ടാൽ ഈ വ്യൂ കിട്ടും, ലൈറ്റ് ഓഫാക്കിയാൽ ഈ വ്യൂ പോകും. Then what we have is we have bulldog. This is not bulldog semi. This is a kind of I don't know, something. Okay, we have coffee, everything. Open the fridge. Pull this thing out. Pull it out. This one, yeah, we have a cute little fridge inside, Liquor on. but nothing inside. Oh, nothing. So yeah, this is our room tour, guys. Ta-da! ഇതെന്താ എന്ത് വിസയാ? അതൊന്നും ചോദിക്കരുത്. നമ്മൾ ലഞ്ചൊക്കെ കഴിച്ച് കുറച്ച് റെസ്റ്റൊക്കെ എടുത്തിട്ട് ഡ്രസ്സൊക്കെ ചെയ്തു. ഇനി നമ്മൾ പുറത്തിറങ്ങാൻ വേണ്ടി പോവാണ്, പട്ടായ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി പോവാണ്. നമ്മുടെ ഹോട്ടലിൽ നിന്ന് പട്ടായയിലേക്ക് എത്താൻ ഒരു 20-25 മിനിറ്റ്സിന്റെ ഡ്രൈവ് ഉണ്ട്. അപ്പം ഊബർ ബുക്ക് ചെയ്തിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അങ്ങനെ കുറെ തപ്പിപ്പിടിച്ചത് ആ പട്ടായ വാക്കിംഗ് സ്ട്രീറ്റിൽ എത്തിയപ്പോഴാണ് നമുക്കൊരു കാര്യം മനസ്സിലായത്. April 18th and 19th പട്ടായയുടെ വാട്ടർ ഫെസ്റ്റ് ആണ്. നിങ്ങളടുത്ത് പറയുകയാണെങ്കിൽ അങ്ങനെയൊക്കെ ഒരുങ്ങിപ്പോയ നമ്മൾ ഹോട്ടലിലേക്ക് വന്നത് മൊത്തം നനഞ്ഞു ചീഞ്ഞിട്ടാണ്. അവരോട് നമ്മുടെ മേത്തേക്ക് വെള്ളം പാരരുത് എന്ന് പറഞ്ഞാലും അവർ പാരും. ഒറ്റെണ്ണത്തിനെയും നനയാതെ അവർ വിടില്ല കേട്ടോ. അവരുടെ അടുത്ത് ഈ വലിയ വലിയ വാട്ടർ ഗൺസും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മളെ കുളിപ്പിച്ചിട്ടേ അവർ വിടുള്ളൂ. എത്ര കൈകാലം പിടിച്ചിട്ടും കാര്യമില്ല. വാട്ടർ ഫെസ്റ്റ് അങ്ങനെയാണ്. എങ്ങനെയൊക്കെയോ അതൊന്നും എങ്ങനെയൊക്കെയോ കഴിച്ചില്ലായി നമ്മൾ മെക്ഡൊണാൾഡ്സിൽ പോയി. അവിടെ സെൽഫ് സർവീസ് ആയതുകൊണ്ട് കുറേ ക്യൂ നിൽക്കാൻ വയ്യാത്തതുകൊണ്ട് ബർഗർ കിങ്ങിൽ പോയി. അവിടുന്ന് ഫുഡ് കഴിച്ചിട്ട് പിന്നെ നേരെ റൂമിലേക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി 7-Eleven സ്റ്റോറിൽ പോയി. അങ്ങനെ അതൊക്കെ വാങ്ങി തിരിച്ചൊന്ന് വീട്ടിൽ കയറാമെന്ന് ആലോചിക്കുമ്പോൾ വീണ്ടും വാട്ടർ ഫെസ്റ്റാണ്. അതായത് എങ്ങനെ എവിടെ തിരിഞ്ഞാലും ഈ വെള്ളം കളിയാണ്. അപ്പോൾ നമുക്ക് എങ്ങനായിട്ടും നനയാതെ പോവാന്ന് വിചാരിച്ചാൽ നടക്കില്ല. പക്ഷെ അവർക്കത് വലിയൊരു ആഘോഷമാണ് കേട്ടോ. നമ്മൾ ഹോളി സെലിബ്രേറ്റ് ചെയ്യുന്ന പോലെയാന്ന് തോന്നുന്നു അവർക്ക് ആ വാട്ടർ ഫെസ്റ്റ്. ഏതായാലും വാട്ടർ ഫെസ്റ്റുള്ള സമയത്ത് പട്ടായ എക്സ്പ്ലോർ ചെയ്യാൻ ആരും ഇങ്ങോട്ടേക്ക് വരണ്ട. അങ്ങനെ ഇങ്ങനെ നടക്കുമ്പോഴാണ് ഇവിടെ കണിക്കൊന്ന കണ്ടോ. അങ്ങനെ അവിടെ കുറേ നേരം നമ്മൾ ഊബർ വെയിറ്റ് ചെയ്തിരുന്നു, പക്ഷെ നമുക്ക് കിട്ടിയില്ല. പിന്നെ കുറച്ച് മാറി നടന്ന് വാക്കിംഗ് സ്ട്രീറ്റ് കഴിഞ്ഞപ്പോഴാണ് നമുക്ക് ഊബറൊക്കെ കിട്ടിയത്. അങ്ങനെ എങ്ങനെയൊക്കെയോ നമ്മൾ ഹോട്ടലിൽ എത്തി ഒരു കുളിയൊക്കെ പാസ്സാക്കിയപ്പോഴാണ് ഒരു സമാധാനമായത്. അപ്പോൾ തായ്ലൻഡ് ഡേ 1 നമുക്ക് വാട്ടർ ഫെസ്റ്റ് കാരണം അല്ലാതെ ഒന്നും എക്സ്പ്ലോർ ചെയ്യാൻ പറ്റില്ല. ബട്ട് എന്തായാലും നമ്മൾ നാളെ എക്സ്പ്ലോർ ചെയ്യുന്നതായിരിക്കും. അതിൻ്റെ വീഡിയോ ഞാൻ സൂൺ ഇടാം കേട്ടോ. അപ്പോൾ ത്രീ ലുക്ക് ഗൈസ്, ഇന്നത്തെ വീഡിയോ ബൈ.